ഹലോ സ്റ്റുഡൻസ്, ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മോഡ്യൂൾ 2 നെക്സ്റ്റ് പോർഷനാണ് കൺസെൻസസ് ആൻഡ് കോൺട്രവേഴ്സി. ഓക്കെ, കൺസെൻസസ് ആൻഡ് കോൺട്രവേഴ്സി എന്ന് പറയുന്ന ടേം ഏത് കേസസിലാണ് വരുന്നതെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിനു മുമ്പ്, അതായത് നമ്മൾ മെയിൻലി കൺസെൻസസ് ആൻഡ് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ ടേം വരുന്നത് മോറൽ ജഡ്ജ്മെൻറ്റിൻ്റെ കേസസിലാണ്. That is, the moral judgment may lead to conflicts if they are not delivered properly with hurting the feelings of the persons involved. അപ്പം മോറൽ ജഡ്ജ്മെൻറ്റ് നടത്തുന്ന കേസസിൽ മേ ബി കോൺഫ്ലിക്റ്റ് വരാം. എപ്പോഴാണ്? ദേ ആർ നോട്ട് ഡെലിവേർഡ് പ്രോപ്പർലി വിത്തൗട്ട് ഹാർട്ടിങ് ദ ഫീലിങ്സ് ഓഫ് ദി പേഴ്സൺസ് ഇൻവോൾവ്. ഓക്കെ, അതായത് നമ്മൾ എന്ത് ജഡ്ജ്മെൻറ്റാണോ നടത്തുന്നത് പ്രോപ്പറായിട്ട് ഡെലിവർ ചെയ്തില്ല എങ്കിൽ, അതോടൊപ്പം തന്നെ പേഴ്സൺസിന് ഫീലിംഗ് ഹർട്ട് ചെയ്യാതെയൊക്കെയാണ്, എന്നാൽ പോലും പ്രോപ്പർലി ഡെലിവർ ചെയ്തില്ല എങ്കിൽ മോറൽ ജഡ്ജ്മെൻറ്റ് മേ ലീഡ് ടു കോൺഫ്ലിക്റ്റ്. അപ്പം മോറൽ ജഡ്ജ്മെൻറ്റ് എങ്ങനെ കോൺഫ്ലിക്റ്റ് ഉണ്ടാകുന്ന കേസസ് എന്ന് പറഞ്ഞാൽ ദർ ആർ 2 സ്റ്റേജസ് ആഫ്റ്റർ ദി ജഡ്ജ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആ സ്റ്റേജസ് ആണ് നമ്മൾ കൺസെൻസസ് ആൻഡ് കോൺട്രവേഴ്സി എന്ന് പറഞ്ഞ 2 ടേം വെച്ച് റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിൽ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കൺസെൻസസ് ആണ്. എന്താണ് കൺസെൻസസ്? ദിസ് ഈസ് ദാറ്റ് സ്റ്റേറ്റ് വെയർ പീപ്പിൾ കം ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ദ ജഡ്ജ്മെൻറ്റ് ഗിവൺ ആൻഡ് വിൽ ലീവ് ദ പീപ്പിൾ വിത്ത് എ ഫീൽ ദാറ്റ് ജസ്റ്റിസ് ഹാസ് ബീൻ ഡൺ. അപ്പോൾ കൺസെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപിളി പറയുവാണെങ്കിൽ എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അതാണ് നമ്മളിപ്പം പറഞ്ഞത്. വെയർ പീപ്പിൾ കം ഇൻ ടു എഗ്രിമെൻറ്റ് വിത്ത് ദി ജഡ്ജ്മെൻറ്റ് ഗിവൺ ബൈ ഗെറ്റിംഗ് കൺവിൻസ്ഡ് വിത്ത് ദി മോറൽ റീസൺസ്. ഓക്കെ, അപ്പം കൺസെൻസസ് സിംപ്ലി എഗ്രിമെൻ്റ് ആണ്. ഓക്കെ, അപ്പം ദിസ് വിൽ ലീവ് ദ പേഴ്സൺസ് വിത്ത് എ ഫീൽ ദാറ്റ് ജസ്റ്റിസ് ഹാസ് ബീൻ ഡൺ. ദ വെർഡിക്റ്റ് മേ ഫേവർ എനി പാർട്ടി. ഓക്കെ, അപ്പോൾ അതായത് വെർഡിക്റ്റ് എന്ന് പറയുന്ന ജഡ്ജ്മെൻറ്റ് തന്നെയാണ്, മേ ഫേവർ എനി പാർട്ടി. ഓക്കെ, അപ്പം സിംപ്ലി കൺസെൻസസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ്. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സിയാണ്. അപ്പോൾ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? കൺസെൻസസിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഓക്കെ, ദിസ് ഈസ് ദാറ്റ് സ്റ്റേറ്റ് വെയർ ദ പേഴ്സൺസ് ഇൻവോൾവ്ഡ് ഇൻ ആൻ ഇഷ്യൂ ആർ നോട്ട് സാറ്റിസ്ഫൈഡ് ബൈ ദ വേർഡിക്റ്റ് and might feel that it was decided on partial interest. അപ്പോൾ കോൺട്രവേഴ്സി ഓഫ് കോഴ്സ് എന്തായിരിക്കാം? നമ്മൾ കൺസെൻസസ് എഗ്രിമെൻ്റ് എന്ന് പറഞ്ഞാൽ കോൺട്രവേഴ്സി ഈസ് ഡിസെഗ്രിമെൻ്റ് ആയിരിക്കും. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ, അതെന്ന് പറഞ്ഞാൽ ജഡ്ജ്മെൻ്റ് എന്ന് പറഞ്ഞാൽ സാറ്റിസ്ഫയബിൾ ആയിരിക്കില്ല, പർട്ടിക്കുലർ ഇഷ്യൂ ഉണ്ടാവും. അതുപോലെ തന്നെ പാർഷ്യൽ ഇൻട്രസ്റ്റിനെ ബേസ് ചെയ്തിട്ട് അത് നമുക്ക് പല രീതിയിൽ കോൺട്രവേഴ്സി ഇൻ്റർപ്രറ്റ് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പം എന്താ, ദിസ് വിൽ ലീവ് ദ പീപ്പിൾ വിത്ത് എ സെൻസ് ഓഫ് ഡിസാറ്റിസ്ഫാക്ഷൻ ദാറ്റ് ജസ്റ്റിസ് വാസ് നോട്ട് ഡൺ വിച്ച് മൈ ലീഡ് ടു അനദർ കോൺഫ്ലിക്റ്റ്. അപ്പോൾ കോൺട്രവേഴ്സി എന്ന് പറഞ്ഞാൽ ഓഫ് കോഴ്സ് ഡിസഗ്രിമെൻ്റ് ആണ്. ദിസ് മേ ലീഡ് ടു അനദർ ടൈപ്പ് ഓഫ് കോൺഫ്ലിക്റ്റ്. ഓക്കെ, അപ്പം നമ്മൾ 2 ടേമാണ് ഡിസ്കസ് ചെയ്തത്, കൺസെൻസസ് ആൻഡ് കോൺട്രവേഴ്സി. അതായത് കൺസെൻസസ് അല്ല കോൺട്രവേഴ്സി എന്ന് പറയുന്ന ഒരു കേസ് വരുന്നത് മോറൽ ജഡ്ജ്മെൻറ്റിനെ ബേസ് ചെയ്തിട്ടാണ്. സോ സിംപ്ലി നമുക്ക് പറയാൻ പറ്റും കൺസെൻസസ് മീൻസ് എഗ്രിമെൻറ്റ് ആൻഡ് കോൺട്രവേഴ്സി മീൻസ് ഡിസെഗ്രിമെൻറ്റ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ടേം എന്നൊക്കെ തന്നെയാണ് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം. അപ്പം നമ്മൾ പ്രൊഫഷൻ, ദ വേർഡ്സ് പ്രൊഫഷൻ ആൻഡ് പ്രൊഫഷണലിസം ആർ ഓഫൺ റെഫേർഡ് ഇൻ ദി മോറൽ ഇഷ്യൂസ്. അപ്പോൾ അതിൽ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ പ്രൊഫഷൻ എന്താണെന്നുള്ളത് നോക്കാം. പ്രൊഫഷൻ ഓഫ് കോഴ്സ് നമുക്കറിയാം, പ്രൊഫഷൻ മീൻസ് എ ജോബ് ഓർ ആൻ ഓക്യുപ്പേഷൻ ദാറ്റ് ഹെൽപ്സ് എ പേഴ്സൺ ഏൺ ഹിസ് ലിവിങ്. ഓക്കെ, അപ്പം പ്രൊഫഷൻ എന്ന് പറഞ്ഞാൽ ഒരു ജോബ്, അതായത് നമുക്ക് ഒരു പേഴ്സൺ ഏൺ, അതായത് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള മണി ഏൺ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ജോലി ആണ് മെയിൻലി പ്രൊഫഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദ മെയിൻ ക്രൈറ്റീരിയ ഓഫ് എ പ്രൊഫഷൻ ഇൻവോൾവ്സ് ദി ഫോളോവിങ്. അപ്പം മെയിൻലി 3 ക്രൈറ്റീരിയ ആണ് ഉള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ്, സെക്കൻഡ് വൺ സെൽഫ് റെഗുലേഷൻ, തേർഡ് വൺ പബ്ലിക് ഗുഡ്. അതിൽ ഫസ്റ്റ് വൺ ഏതാണ്? അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ്. അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ക്രൈറ്റീരിയ ഓഫ് എ പ്രൊഫഷൻ ഈസ് ടു ഹാവ് സൗണ്ട് നോളജ് ഇൻ ബോത്ത് ടെക്നിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ലിബറൽ ആർട്സ് ആസ് വെൽ.
ഓക്കെ. അപ്പം അഡ്വാൻസ്ഡ് എക്സ്പെർട്ടൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സൗണ്ട് നോളജ് ഇൻ ബോത്ത് ടെക്നിക്കൽ ആസ്പെക്ട്സ് ആൻഡ് ലിബറൽ ആർട്സ് ആസ് വെൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമ്മളൊരു പ്രൊഫഷണലായിരിക്കുമ്പോൾ നമുക്ക് ബോത്ത്, അതായത് ടെക്നിക്കൽ നോളജും അതുപോലെ തന്നെ ലിബറൽ ആർട്സ് എന്ന് പറഞ്ഞാൽ സർവകല ഏത് ടൈപ്പ് ഓഫ് കാര്യങ്ങൾ ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ഉണ്ടാവണം എന്നുള്ളതേ ഉദ്ദേശിച്ചുള്ളൂ. ഇൻ ജനറൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് അപ്ഡേറ്റിംഗ് നോളജ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. അപ്പം നമ്മൾ ചില കേസസ് വിചാരിക്കും ഞാനിപ്പോൾ ബി.ടെക് ഗ്രാജുവേറ്റ് ആണ്, സോ അതായത് അതും കൊണ്ട് എനിക്കെല്ലാം ആയി എന്നല്ല. നമ്മളൊരു പ്രൊഫഷനിലോട്ട് ഇറങ്ങിക്കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. ബി.ടെക് എന്ന് പറയുന്നത് ജസ്റ്റ് എ ബേസിസ് മാത്രമായിരിക്കും. പക്ഷേ നമ്മളൊരു ഫീൽഡിൽ ഇറങ്ങിക്കഴിയുമ്പോൾ പുതിയ പുതിയ ലാംഗ്വേജസ്, ടെക്നോളജീസ് എല്ലാം നമ്മൾ പുതുതായിട്ട് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം പഠിച്ചാൽ മാത്രമേ നമുക്കൊരു ഫീൽഡിൽ, ഒരു പ്രൊഫഷനിൽ കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ഇൻ ജനറൽ കണ്ടിന്യൂയിങ് എഡ്യൂക്കേഷൻ ആൻഡ് അപ്ഡേറ്റിംഗ് നോളജ് ആർ ഓൾസോ ഇമ്പോർട്ടൻറ്റ്. ദെൻ നെക്സ്റ്റ് ഈസ് സെൽഫ് റെഗുലേഷനാണ്. സെൽഫ് റെഗുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആൻ ഓർഗനൈസേഷൻ ദാറ്റ് പ്രൊവൈഡ്സ് എ പ്രൊഫഷൻ plays a major role in setting standards for the admission to the profession, drafting codes of ethics, enforcing the standards of conduct, and representing the profession before the public and the government. ഓക്കെ. അപ്പം ഒരു ഓർഗനൈസേഷൻ ഒരു പ്രൊഫഷൻ നൽകണമെന്നുണ്ടെങ്കിൽ അതായത് എന്തായിരിക്കും? ആ പ്രൊഫഷന് എന്തെല്ലാം ക്വാളിറ്റീസ്, എന്തെല്ലാം റൂൾസ് ആൻഡ് റെഗുലേഷൻസ്, എന്തൊക്കെ സ്റ്റാൻഡേർഡ്, ഒരു ആളെ നമ്മൾ ചൂസ് ചെയ്യുമ്പം ആളുടെ ക്വാളിറ്റീസ്, എന്തെല്ലാം കേപ്പബിലിറ്റീസ് ഉണ്ടായിരിക്കണം. ഓക്കെ. അതോടൊപ്പം തന്നെ ആ പ്രൊഫഷനിൽ നമ്മൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, ഡ്രാഫ്റ്റിംഗ് കോഡ്സ് ഓഫ് എത്തിക്സ്, നെക്സ്റ്റ് ഈസ് എൻഫോഴ്സിങ് ദ സ്റ്റാൻഡേർഡ്സ് ഓഫ് കണ്ടക്ട്, ദെൻ ആൻഡ് റെപ്രസെൻറ്റിംഗ് ദ പ്രൊഫഷൻ ബിഫോർ ദ പബ്ലിക് ആൻഡ് ദി ഗവൺമെൻറ്. ഓക്കെ. അപ്പം നമ്മൾ സെൽഫ് റെഗുലേഷൻ, അതായത് നമ്മളൊരു ഓർഗനൈസേഷൻ ഒരു ജോബ് പ്രൊവൈഡ് ചെയ്യുമ്പം ആ ജോബിന് എന്തെല്ലാം സിംപിളി പറഞ്ഞാൽ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കണം. അത് പബ്ലിക് ആക്സെപ്റ്റ് ചെയ്യുന്ന, അതുപോലെ ഗവൺമെൻറ് ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ. അപ്പം ഒരു കേസ് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പം ബി.ടെക് ഗ്രാജുവേറ്റ് ആയി കഴിയുമ്പോൾ പല കമ്പനീസ് നമ്മളെ റിക്രൂട്ട് ചെയ്യും. പക്ഷെ ഓരോ കമ്പനീസിൻ്റെ റിക്വയർമെൻറ്റ് അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന ആൾക്കാരുടെ കേപ്പബിലിറ്റീസ് പറഞ്ഞാൽ ഡിഫറെൻ്റ് ആയിരിക്കും. ചില കേസസിൽ നല്ല CGPA ഉള്ള ആൾക്കാർ ആയിരിക്കും അവരെടുക്കുന്നത്. ചില കേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു സാഹചര്യത്തിനെ എങ്ങനെ ഹാൻഡിൽ ചെയ്യുന്നു എന്നുള്ളത് ചെക്ക് ചെയ്തിട്ടായിരിക്കും അവരെടുക്കുന്നത്. അപ്പോൾ പർട്ടിക്കുലർ ഏരിയയെ ബേസ് ചെയ്തിട്ട് ചിലപ്പം ലാംഗ്വേജസ് എന്തൊക്കെ അറിയാം, ടെക്നിക്കലായിട്ടുള്ള ആസ്പെക്ട്സ് എന്തൊക്കെ അറിയാം, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടാണ്. സോ സെൽഫ് റെഗുലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു പ്രൊഫഷനിൽ അഡ്മിറ്റ് ചെയ്യുമ്പം അല്ല ഒരു പ്രൊഫഷൻ എന്തൊക്കെ കാര്യങ്ങൾ ഉണ്ടായിരിക്കണം, അല്ല എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു ഡെഫിനിഷൻ പോലെ ആയിരിക്കും സെൽഫ് റെഗുലേഷൻ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗുഡാണ്. സെക്കൻഡ് ടേം അല്ല തേർഡ് ടേം എന്ന് പറഞ്ഞാൽ പബ്ലിക് ഗുഡ്. അപ്പം ദാറ്റ് ഈസ് എന്തായിരിക്കും? എനി ഒക്യുപ്പേഷൻ സെർവ്സ് സം പബ്ലിക് ഗുഡ് ബൈ മെയിൻറ്റെയിനിങ് ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ ഔട്ട് എ പ്രൊഫഷൻ. സിമ്പിളായിട്ട് ഇതുള്ളൂ. പബ്ലിക്കലി എന്താ പറയണത്, അത് ഗുഡായിരിക്കണം. അപ്പം മെയിൻറ്റെയിൻ ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്, നമ്മൾ എത്തിക്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മോറൽ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണല്ലോ വരുന്നത്. അപ്പം ത്രൂ ഔട്ട് പ്രൊഫഷൻ നമ്മൾ എന്തായിരിക്കണം? മെയിൻറ്റെയിനിങ് ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ്. ആൻ ഒക്യുപ്പേഷൻ സെർവ്സ് സം പബ്ലിക് ഗുഡ് ബൈ മെയിൻറ്റെയിനിങ് ഹൈ എത്തിക്കൽ സ്റ്റാൻഡേർഡ്സ് ത്രൂ ഔട്ട് എ പ്രൊഫഷൻ. ഓക്കെ. അപ്പോൾ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ പ്രൊഫഷൻ അല്ല ഓർഗനൈസേഷൻ്റെ മാർക്കറ്റ് വാല്യൂ പബ്ലിക്കലി എങ്ങനെ അത് വിലയിരുത്തുന്നതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഒരു ഓർഗനൈസേഷൻ്റെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. സോ അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന പ്രൊഫഷൻ അല്ലെ പ്രൊഫഷണലും എല്ലാവരും എന്തായിരിക്കണം? അതുപോലെ ആയിരിക്കും. അപ്പോൾ ഓരോ ഒക്യുപ്പേഷനും അതിൻ്റേതായ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്യണം. ഓക്കെ. അപ്പം ഓരോ ഒക്യുപ്പേഷൻ, ദാറ്റ് ഈസ് ഈച്ച് ഒക്യുപ്പേഷൻ ഈസ് ഇൻറ്റൻറ്റഡ് ടു സെർവ് ഫോർ ദി വെൽഫെയർ ഓഫ് ദി പബ്ലിക് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ടു എ സർട്ടൺ എക്സ്റ്റെൻറ്റ്. ഓഫ് കോഴ്സ് അതായത് വെൽഫെയർ ഓഫ് ദി എല്ലാ ജോലിക്കും പബ്ലിക്കുമായിട്ട് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി ഒരു സർട്ടൺ എക്സ്റ്റെൻറ്റ് എന്താ പറയുക റിലേഷൻ ഉണ്ടായിരിക്കും. അപ്പം സിംപ്ലി നമ്മൾ പ്രൊഫഷനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്തത്. പ്രൊഫഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംപ്ലി a job or an occupation that helps a person earn his living. So criteria പറഞ്ഞു: advanced expertise, self regulation, last one is public good.
ഓക്കെ, ദെൻ പ്രൊഫഷൻ പറഞ്ഞു. നെക്സ്റ്റ് ഈസ് പ്രൊഫഷണൽസ്, അതായത് ഒരു ജോലിയിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാർ എങ്ങനെയായിരിക്കണം. ദെൻ എ പേഴ്സൺ ഹു ഈസ് പേർഡ് ഫോർ ഗെറ്റിംഗ് ഇൻവോൾവ് ഇൻ എ പർട്ടിക്കുലർ പ്രൊഫഷൻ ഇൻ ഓർഡർ ടു ഏൺ എ ലിവിങ് ആസ് വെൽ ആസ് ടു സാറ്റിസ്ഫൈ ദ ലോസ് ഓഫ് ദാറ്റ് പ്രൊഫഷൻ. സിംപ്ലി, അതായത് നമ്മൾ പ്രൊഫഷണൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ ആവശ്യമായിട്ടുള്ള ഏണിങ്സിന് വേണ്ടിയിട്ട് നമ്മളൊരു ജോബിൽ അല്ല ഒരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പം നമ്മൾ ഓഫ് കോഴ്സ് എന്തായിരിക്കും, പ്രൊഫഷണൽ ആയിരിക്കും. അതോടൊപ്പം തന്നെ എന്തായിരിക്കണം, ടു സാറ്റിസ്ഫൈ ദ ലോസ് ഓഫ് ദാറ്റ് പ്രൊഫഷൻ. നമ്മൾ ഓൾറെഡി പ്രൊഫഷനിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഉണ്ടായിരിക്കേണ്ടത് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്തിരുന്നു. സോ അതിൻ്റെ ലോസ് ഓഫ് എല്ലാ കാര്യങ്ങളും സാറ്റിസ്ഫൈ ചെയ്തിരിക്കുന്ന ഒരാളായിരിക്കണം പ്രൊഫഷണൽ. ഓക്കെ, അപ്പം നമുക്ക് പല രീതിയിൽ പ്രൊഫഷണലിനെയൊക്കെ ഡിസ്കസ് ചെയ്യാം. സിമ്പിളി ഇത്രയേ ഉള്ളൂ, ഒരു പേഴ്സൺ അല്ലേ, നമ്മളൊക്കെ പ്രൊഫഷണൽസ് ആയിരിക്കാം. അതായത് നിങ്ങൾ ഒരിടത്ത് ജോലി കിട്ടിക്കഴിയുമ്പം വി ആർ ഓൾ പ്രൊഫഷണൽസ്. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ, പല രീതിയിലായിരിക്കും ഓരോ കമ്പനീസ് ഓരോരുത്തരെ റിക്രൂട്ട് ചെയ്യുന്നത്. സോ ആ ഒരു പ്രൊഫഷൻ്റെ സ്റ്റാൻഡേർഡ് എത്തിക്സ് വാല്യൂസ് എന്തൊക്കെയാണോ അതൊക്കെ കീപ്പ് ചെയ്തിട്ട് പോവുക എന്നുള്ളതാണ് ഒരു പ്രൊഫഷണലിൻ്റെ മെയിൻ ഡ്യൂട്ടി ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ദെൻ നെക്സ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതാണ്ട് പ്രൊഫഷണലിസം. നമ്മളെങ്ങനെ കീപ്പ് ചെയ്യണം പ്രൊഫഷണലിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കാം. ദ ആർട്ട് ഓഫ് പ്രൊഫഷണലിസം ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ പ്രാക്ടീസ് ഓഫ് ഡൂയിങ് ദ റൈറ്റ് തിങ്, നോട്ട് ബിക്കോസ് ഹൗ വൺ ഫീൽസ് ബട്ട് റിഗാർഡ്ലെസ് ഓഫ് ഹൗ വൺ ഫീൽസ്. ഓക്കെ, അതായത് നമ്മൾ ഒരു പർട്ടിക്കുലർ ഏരിയ അതല്ലെങ്കിൽ ഓരോ എല്ലാ ഏരിയയിലും എങ്ങനെ പ്രാക്ടീസ് ചെയ്യുന്നു, കവേഴ്സ് കോംപ്രിഹെൻസീവ്ലി ഓൾ ഏരിയാസ് ഓഫ് പ്രാക്ടീസ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഫഷൻ. അപ്പോൾ അതോടൊപ്പം തന്നെ അങ്ങനെ നമ്മൾ ചെയ്യുമ്പോൾ എന്താ പ്രൊഫഷണലിസം എന്ന് പറയുന്നതാണ്. നമ്മളൊരു കമ്പനി വർക്ക് ചെയ്യുമ്പം കമ്പനിയുടെ എല്ലാ ഏരിയയെക്കുറിച്ചും അത്യാവശ്യം നോളജ് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പം അതോടൊപ്പം തന്നെ എന്താ പറയുന്നത്, റൈറ്റ് ക്യാൻ ബി പ്രൊഫഷണലിസം ക്യാൻ ബി അണ്ടർസ്റ്റുഡ് ആസ് ദ പ്രാക്ടീസ് ഓഫ് ഡൂയിങ് ദി റൈറ്റ് തിങ്. ശരിയായ കാര്യങ്ങൾ നല്ല രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രൊഫഷണലിസം. ഒരു പ്രൊഫഷണലിൻ്റെ ഏറ്റവും നല്ല അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോട്ട് ബിക്കോസ് ഹൗ വൺ ഫീൽസ് ബട്ട് റിഗാർഡ്ലെസ് ഓഫ് ഹൗ വൺ ഫീൽസ്. എന്താ പറയുന്നത്? ഓക്കെ, അപ്പം നമ്മൾ മറ്റുള്ളവരെന്ത് വിചാരിക്കല്ലേ, എങ്ങനെ ഫീൽ ചെയ്യും ഇതിനെക്കുറിച്ചൊന്നും നമ്മൾ അതായത് അങ്ങനെയല്ല, നമ്മൾ ശരിയായ രീതിയിൽ കറക്റ്റായിട്ട് ഡിസിഷൻസ് എടുക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അതായത് നമ്മുടെ ജോബിന് ചേർന്ന രീതിയിൽ ആയിരിക്കുക എന്നുള്ളതാണ് പ്രൊഫഷണലിസം എന്ന ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പ്രൊഫഷണലിസം കവേഴ്സ് കോംപ്രിഹെൻസീവ്ലി ഓൾ ഏരിയാസ് ഓഫ് പ്രാക്ടീസ് ഓഫ് എ പർട്ടിക്കുലർ പ്രൊഫഷൻ. ഓൾസോ ഇറ്റ് റിക്വയർസ് എൻ സ്കിൽസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഇൻവോൾവ് ഇൻ എഞ്ചിനീയറിംഗ് പ്രൊഫഷൻ. ഓക്കെ, അതോടൊപ്പം തന്നെ പ്രൊഫഷണലിസം ഇംപ്ലൈസ് എ സർട്ടൺ സെറ്റ് ഓഫ് ആറ്റിറ്റ്യൂഡ്സ്. അതാണ് എപ്പോഴും പറയുന്ന ഒരു കാര്യം, നമുക്ക് എന്തൊക്കെ കാര്യങ്ങളുണ്ടായാലും കാര്യമില്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡ് കറക്റ്റ് ആയിരിക്കണം. നമ്മൾ ഹൈ ഡിഗ്രി ഉണ്ടായിട്ടും ഹൈ CGPA ഉണ്ടായിട്ടും ഓൾ പാസ്സായിട്ടും ഒന്നുമല്ല, നമ്മുടെ ആറ്റിറ്റ്യൂഡാണ് എല്ലാ കാര്യത്തിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, അപ്പം നമ്മളെന്താ പറയുന്നത്, ഏത് പ്രൊഫഷനായാലും പ്രൊഫഷണലിസം എന്നുള്ളൊരു കാര്യം നമുക്കുണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മൾ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും, അതായത് പർട്ടിക്കുലർ ആൾക്കാരെ ബേസ് ചെയ്തല്ല, മറ്റുള്ളവർ എന്ത് വിചാരിക്കുമെന്ന് തിങ്ക് ചെയ്തിട്ടല്ല, ആ ഒരു പർട്ടിക്കുലർ പ്രൊഫഷന് എന്തൊക്കെ കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വേണ്ടത് അത് പ്രോപ്പറായിട്ടുള്ള രീതിയിൽ ഓക്കെ ഫോളോ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. സിമ്പിളായിട്ട് പ്രൊഫഷണലിസം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഈസ് നമ്മൾ മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റോൾസ്. എന്തായിരിക്കാം മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റോളും കൊണ്ട് ഉദ്ദേശിക്കുന്നത്? പ്രൊഫഷണൽ റോൾസ് ടു ബി പ്ലേഡ് ബൈ ആൻ എഞ്ചിനീയർ. നമ്മളിപ്പം എഞ്ചിനീയർ പോയിൻ്റ് ഓഫ് വ്യൂവിൽ മാത്രമാണെന്നല്ല, നമ്മളൊരു പ്രൊഫഷണൽ, അതായത് മെയിൻലി എന്താ പറയുക, എന്തൊക്കെ റോൾ ആക്ട് ചെയ്യാം, എന്തൊക്കെയായിട്ടായിരിക്കും അവർ ആകുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പോൾ മേ ബി എന്തൊക്കെ ആവാം എന്നുള്ള, അല്ലെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ആക്ട് ചെയ്യാം അല്ലെങ്കിൽ ആയിരിക്കാം എന്നൊക്കെയുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം കുറച്ച് ലിസ്റ്റ് ഔട്ട് ചെയ്തിട്ട് ഒരു 6 പോയിൻറ്റ്സ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ദാറ്റ് ഈസ് മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റോൾസ് ആണ്. ഇറ്റ് ഈസ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ആൻ എഞ്ചിനീയർ ഹാസ് ടു പ്ലേ മെനി റോൾസ് വൈൽ എക്സസൈസിങ് ഹിസ് പ്രൊഫഷണൽ ഒബ്ലിഗേഷൻസ്.
ഓക്കെ, അപ്പം മോഡൽസ് അല്ല റോൾസ് എന്നൊക്കെയാണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ എഞ്ചിനീയേഴ്സ് ആർ സേവിയേഴ്സ്. എഞ്ചിനീയേഴ്സ് ആർ സേവിയേഴ്സ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും? ഇറ്റ് ഈസ് ബിലീവ്ഡ് ദാറ്റ് എഞ്ചിനീയേഴ്സ് ഹോൾഡ് ദ കീ ഫോർ എനി ഇംപ്രൂവ്മെൻറ്റ്സ് ഇൻ സൊസൈറ്റി ത്രൂ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്സ്. അപ്പം നമ്മൾ സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനോ, അപ്പം പല ആൾക്കാർ പല സേവിയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാമല്ലോ. അതായത് സേവിയേഴ്സ് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം എന്താ പറയുക, ഫിനാൻഷ്യലി ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുക, അല്ലേ? അതുപോലെ തന്നെ പല സൊസൈറ്റിക്ക് വേണ്ടിയിട്ട് പല കാര്യങ്ങളും നമുക്ക് ചെയ്യാം. ഇപ്പം തന്നെ പല സ്റ്റുഡൻസും കോവിഡ് റിലേറ്റഡ് ആയിട്ടുള്ള പല ആക്ടിവിറ്റീസ് ചെയ്യുന്ന കുട്ടികളാണ്. സോ ഹോസ്പിറ്റലിൽ ആവശ്യമുള്ള ഹെൽപ്പൊക്കെ എത്തിക്കുക, അല്ല ഇങ്ങനെയുള്ള കോവിഡ് പേഷ്യൻസിനെയൊക്കെ കൊണ്ടുപോകുക, അവർക്ക് മെഡിസിൻസ് എത്തിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങൾ. ഇപ്പം ഞാനത് പ്രൊഫഷണൽ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ സ്റ്റുഡൻസ് പോയിൻ്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ എന്താ പറയുക ഇങ്ങനെയുള്ള ഡ്യൂട്ടീസൊക്കെ ചെയ്യുന്നുണ്ട്. സോ അപ്പം സ്റ്റുഡൻസിൻ്റെ രീതിയിൽ നമ്മൾ ചില പീപ്പിൾ അവരെ എന്താണ് പറയുന്നത് സേവിയേഴ്സൊക്കെ ആയിട്ടായിരിക്കും കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ചും കൂടെ ഹൈ ലെവൽ, അതായത് നമ്മളൊരു പ്രൊഫഷൻ ചൂസ് ചെയ്ത് കഴിയുമ്പം ഉണ്ടാകാവുന്ന കേസാണ് ഡിസ്കസ് ചെയ്തത്. അപ്പം എഞ്ചിനീയേഴ്സ് ആ സേവിയേഴ്സ് ആണ് പറഞ്ഞത്. അപ്പം സം പീപ്പിൾ കൺസിഡർ എഞ്ചിനീയർ ആസ് എ സേവിയർ ബിക്കോസ് ദേ റെഡീം സൊസൈറ്റി ഫ്രം പോവർട്ടി, ഇൻഎഫിഷ്യൻസി, വേസ്റ്റ് ആൻഡ് ദി ഹാർഡ്ഷിപ്സ്, ഡ്രഡ്ജറി ഓഫ് മാനുവൽ ലേബർ. ഓക്കെ, അപ്പം നമ്മളെന്താ പറയുന്നത്, കുറച്ചും കൂടെ സൊസൈറ്റിക്ക് യൂസ്ഫുൾ ആവുന്ന കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിയുമ്പം അവരെ നമുക്ക് ജസ്റ്റ് എന്താ പറയുക സേവിയേഴ്സായിട്ട് കൺസിഡർ ചെയ്യാം. നെക്സ്റ്റ് ഈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോൾ എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആസ് ഗാർഡിയൻസ് എന്ന് പറയുന്നു. ഗാർഡിയൻസ് എന്ന് പറഞ്ഞാൽ പേരൻസ് ആണല്ലേ, നമ്മുടെ ഒരു ഗൈഡിങ് അങ്ങനെ ഉള്ള ഉദ്ദേശിക്കുന്നത്. അപ്പം എന്തായിരിക്കാം? എഞ്ചിനീയേഴ്സ് നോ ദ ഡയറക്ഷൻ ഇൻ വിച്ച് ടെക്നോളജി ഷുഡ് ഡെവലപ്പ് ആൻഡ് ദ സ്പീഡ് അറ്റ് വിച്ച് ഇറ്റ് ഷുഡ് മൂവ്. Thus, many people agree the role of engineers as guardians, as engineers guard the best interest of the society. അതാണ് പറഞ്ഞത്. നമ്മളിപ്പം സൊസൈറ്റി റിലേറ്റഡ് ഡിസ്കസ് ചെയ്യുമ്പോൾ എന്താണ് പറയുന്നത്, നമുക്കൊരു എന്താ പറയുക ഒരു ഡയറക്ഷൻസ് അല്ലെങ്കിൽ എങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു അങ്ങനെയുള്ള കാര്യങ്ങൾ ഒക്കെയാണ്. അതായത് സൊസൈറ്റിയുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ടെക്നോളജിയൊക്കെ എന്താ യൂസ് ചെയ്തിട്ട് കുറച്ചും കൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള രീതിയിലൊക്കെ പോകാൻ ഹെൽപ്പ് ചെയ്യുക എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആസ് ബ്യൂറോക്രാറ്റിക് സെർവൻറ്റ്സ് എന്ന് പറഞ്ഞാൽ അതായത് കുറച്ച് സ്ട്രിക്റ്റ് ആയിട്ടുള്ള കേസസ് ഒക്കെ പറയുന്നു. അപ്പം അതായത് മാനേജ്മെൻറ്റ് റിലേറ്റഡ് നമ്മളൊരു പർട്ടിക്കുലർ പവറിലിരിക്കുന്ന ആൾക്കാരൊക്കെ ആകുമ്പം കുറച്ചും കൂടെ നമ്മളെന്താ പറയുക എൻജിനീയേഴ്സിന് നമുക്ക് ബ്യൂറോക്രാറ്റിക് സെർവൻറ്റ്സ് ഒക്കെ വേണമെങ്കിൽ പറയാം. ഓക്കെ, അപ്പം മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ കീഴെ സബോർഡിനേറ്റ്സ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമുക്ക് എന്താ പറയുക കുറച്ചും കൂടെ സ്ട്രിക്റ്റ് ആയേ പറ്റത്തുള്ളൂ. സോ അതൊരു റോളാണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ആർ സോഷ്യൽ സെർവൻറ്റ്സ്. ഓക്കെ, അപ്പം സോഷ്യൽ സെർവൻറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഒക്കെ ചെയ്യാന്നുള്ളതേ ഉള്ളൂ. എഞ്ചിനീയേഴ്സ് ഹാവ്സ് ടു പ്ലേ ദ റോൾ ഓഫ് സോഷ്യൽ സെർവൻറ്റ്സ് ടു റിസീവ് സൊസൈറ്റീസ് ഡയറക്റ്റീവ്സ് ആൻഡ് ടു സാറ്റിസ്ഫൈ സൊസൈറ്റി ഡിസൈർസ്. ഇപ്പം നമുക്ക് തന്നെ അറിയാം, ഇപ്പം ഉണ്ടായി ഈ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താ പറയുക വളരെ ഇതാണ്. അപ്പം ആരും അങ്ങനെ പെട്ടെന്നൊന്നും ഹെൽപ്പ് ചെയ്യാൻ റെഡി ആയിട്ടുള്ള ആൾക്കാരല്ല. സോ അപ്പോൾ കുറച്ച് ആൾക്കാരുണ്ടാവും, അപ്പോൾ അവരെ നമുക്ക് സോഷ്യൽ സെർവൻറ്റ്സ് എന്ന് കൺസിഡർ ചെയ്യാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് വൺ എഞ്ചിനീയേഴ്സ് ആർ സോഷ്യൽ എനേബിളേഴ്സ് ആൻഡ് കാറ്റലിസ്റ്റ്. ഓക്കെ, അതായത് നമ്മൾ കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നമുക്കൊരു ഒരു മോട്ടിവേഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഓക്കെ, അതായത് നമുക്ക് എല്ലാം സൊസൈറ്റി റിലേറ്റഡ് ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം എഞ്ചിനീയേഴ്സ് ആ സോഷ്യൽ എനേബിളേഴ്സ്, അതായത് ഓരോ കാര്യങ്ങൾ നമുക്ക് സൊസൈറ്റിക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, അവരുടെ നീഡ്സ് മനസ്സിലാക്കുക, എന്നിട്ട് നെസസറി ഡിസിഷൻസ് എടുക്കുക എന്നൊക്കെ ഉദ്ദേശിക്കുന്നതാണ് എന്താ പറയുക സോഷ്യൽ എനേബിളേഴ്സ് ആൻഡ് കാറ്റലിസ്റ്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം കാറ്റലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എഞ്ചിനീയേഴ്സ് ഹാവ് ടു പ്ലേ റോൾ ഓഫ് ക്രിയേറ്റിംഗ് എ ബെറ്റർ സൊസൈറ്റി ആയിരിക്കണം. അതോടൊപ്പം തന്നെ ദേ ഷുഡ് ആക്ട് ആസ് കാറ്റലിസ്റ്റ് ഫോർ മേക്കിംഗ് സോഷ്യൽ ചേഞ്ചസ്. ഓൾസോ എഞ്ചിനീയേഴ്സ് ഹാവ് ടു ഹെൽപ്പ് ദ മാനേജ്മെൻറ്റ് ആൻഡ് ദ സൊസൈറ്റി ടു അണ്ടർസ്റ്റാൻഡ് ദെയർ നീഡ്സ് ആൻഡ് ടു മേക്ക് ഡിസിഷൻസ് അബൌട്ട് ഡിസൈറബിൾ ടെക്നോളജിക്കൽ ഡെവലപ്മെൻറ്റ്. സിംപ്ലി അത്രയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പം സിമ്പിളായിട്ട് സൊസൈറ്റിയുടെ നീഡ്സ് അറിയുക, അതനുസരിച്ച് കറക്റ്റായിട്ടുള്ള ഡിസിഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്.
ഓക്കെ. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജിനീയേഴ്സ് ആസ് ഗെയിം പ്ലെയേഴ്സ്. ഗെയിം പ്ലെയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമുക്ക് എക്കണോമിക് ഗെയിം റൂൾസ് അങ്ങനെ, അതായത് എന്താ പറയുക, നമുക്ക് ഒരു ഓർഗനൈസേഷൻ കറക്റ്റായിട്ട് സക്സസ്ഫുള്ളായിട്ട് പോവുക, അല്ലെങ്കിൽ കോമ്പറ്റേറ്റീവ്, അതായത് കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഒരു ഓർഗനൈസേഷന് നിലനിൽപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിന് നമുക്കൊരു ഗെയിം പ്ലെയർ, അതായത് അതിൻ്റെ ഇതനുസരിച്ച്, ട്രെൻഡ് അനുസരിച്ച്, അതായത് ഈ വേൾഡിൽ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള വേൾഡിൽ ഒരു ഓർഗനൈസേഷൻ്റെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഗ്രോത്തിന് എന്തെല്ലാം കാര്യങ്ങളാണ് ആവശ്യമായിട്ട് വേണ്ടത്, അതനുസരിച്ച് നമ്മൾ നിൽക്കുക. അപ്പം ലൈക്ക് എ പ്ലെയർ തന്നെയാണ്. ഓക്കെ. അപ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. കറക്റ്റായിട്ടുള്ള സക്സസ്സിന് വേണ്ടിയിട്ടുള്ള, ഒരു ഓർഗനൈസേഷന് സക്സസ്സിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം എൻജിനീയേഴ്സ് ആസ് ഗെയിം പ്ലെയേഴ്സ് ആവും. ഓക്കെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം സിമ്പിളായിട്ട് എന്താ പറയുക, ജഡ്ജ്മെൻറ്റ്, മോറൽ ജഡ്ജ്മെൻറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള രണ്ട് ടേംസ്, ജഡ്ജ്മെൻറ്റ് കൊണ്ടുണ്ടാകുന്ന രണ്ട് ടേംസ്, കൺസെൻസസ് ആൻഡ് എന്താ പറയുക കോൺട്രവേഴ്സി എന്ന് പറയുന്ന രണ്ട് കേസസ് പറഞ്ഞു. കൺസെൻസസ് എന്ന് പറഞ്ഞാൽ എഗ്രിമെൻറ്റ്, ദെൻ കോൺട്രവേഴ്സി ഈസ് ഡിസഗ്രിമെൻ്റ് ആണ്. ദെൻ നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഫഷണലിസത്തിലോട്ട് പോവാണ്. സോ പ്രൊഫഷൻ എന്താണ്, പ്രൊഫഷണൽ എന്താണ്, പ്രൊഫഷണലിസം എന്താണെന്ന് ജസ്റ്റ് ഡിസ്കസ് ചെയ്തിരുന്നു. ദെൻ റോൾ ഓഫ്, അല്ലെ മോഡൽസ് ഓഫ് പ്രൊഫഷണൽ റോൾസ്, അതായത് നമ്മൾ പ്രൊഫഷണൽ ആയി കഴിയുമ്പോൾ നമ്മൾ എന്തൊക്കെ റോൾ പ്ലേ ചെയ്യണം എന്നുള്ള കേസസ്, ഒരു 6 കേസസ് നമ്മൾ ഡിസ്കസ് ചെയ്തതു. അതെന്ന് പറഞ്ഞാൽ ബേസ്ഡ് ഓൺ സൊസൈറ്റി അല്ലെങ്കിൽ ഓർഗനൈസേഷൻ പോയിൻ്റ് ഓഫ് വ്യൂവിൽ നമ്മൾ എങ്ങനെയൊക്കെ ആയിരിക്കാം, ഒരു എൻജിനീയർ ആയിക്കഴിഞ്ഞാൽ എൻജിനീയേഴ്സ് എങ്ങനെയൊക്കെ ആയിരിക്കും എന്നതിനെക്കുറിച്ചുള്ളൊരു ഡിസ്കഷനാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തത്. ഓക്കെ, താങ്ക് യു.